നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കാനഡയിൽ എഡ്മണ്ടനിൽ നമ്മുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ അവർക്ക് വീട്ടിൽ എന്താ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല വിൻ്ററാണോ, ഹെവി വിൻ്ററാണ്. കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് -25നും 30ക്കും ഇടയ്ക്കായിരുന്നു ടെമ്പറേച്ചർ. ഫുള്ളും മഞ്ഞാണ്. ഇപ്പോൾ ഇന്നലെ മുതൽ ഇച്ചിരി ടെമ്പറേച്ചർ പ്ലസിലേക്കൊക്കെ വരുന്നുണ്ട്. +0, +1, 2 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ജാക്കറ്റ് ഇട്ടാണ് നമ്മുടെ ബാക്ക് യാർഡിൽ ഈ വിൻ്റർ തുടങ്ങിയപ്പോൾ ഇറങ്ങിയിട്ടില്ല. നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാരറ്റ്സ് ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം മഞ്ഞ് മൂടി കിടക്കുവാണ്. പിന്നെ അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണം. അത് നമുക്കൊന്ന് നോക്കാം. ക്യാറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടോ, അപ്പോൾ അതൊക്കെ പോയി കാണും. കേട്ടോ, മുഴുവൻ നശിച്ച് പോയി കാണുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പോകാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു സൺ റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. സാറിന് ആ വീടിൻ്റെയൊക്കെ ഡെക്കാണ്, അതിവിടെ ഇങ്ങനെ റൂമാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് വെളിയിലേക്ക് ഡോറ് തുറക്കാൻ പറ്റണില്ല കേട്ടോ. കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഞാൻ നോക്കട്ടെ. ഈ ഡോറ് ഇവിടെ സ്നോ വന്ന് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വരെ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഷവൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാൽ സ്നോ ഒന്ന് മാറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്നോ ഇവിടെ ജസ്റ്റ് ഡോറൊന്ന് തുറക്കാൻ പാകത്തിനും മാറ്റിയിട്ടുണ്ട്. ഇതാണ്ടോ നമ്മുടെ ബാക്ക് യാർഡ്. അമ്പോ കണ്ടോ, ചെടിയൊക്കെ നല്ല പൂവുണ്ടായിരുന്ന ചെടിയാണ്, അത് കരിഞ്ഞു പോയി. ഇതുണ്ടോ ഇവിടെ ഇതൊരു മിൻറ്റിൻ്റെ ഒരു ചട്ടിയിൽ നന്നായിട്ട് മിൻറ്റുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിൽ ഒരു മുയലുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ. അവൻ ചാടി പോയ ഒരു പാടമായി കാണുന്നത് കേട്ടോ. അവന് സ്നോ ഒന്നും പ്രശ്നമില്ല. നമുക്കിപ്പോൾ ഈ സ്നോയിൽ കൂടെ അങ്ങോട്ട് കിടക്കണം. ഇത് കണ്ടോ, മൂട്ട് മുങ്ങി ഉണ്ട് ഇവിടെയൊക്കെ. അല്ല, ഇത് കുറച്ച് മണ്ണും വളമൊക്കെ ഇരുന്നാണ്. അതൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ മുഴുവൻ ഇതായിപ്പോയി. ഇതുണ്ട്, ഇവിടെയും കുറച്ച് മണ്ണിരിപ്പുണ്ട്. മുഴുവൻ കരിഞ്ഞ് ഇതായിപ്പോയി കേട്ടോ. കുറച്ച് മുളകുണ്ടായിരുന്നു, അത് ഇത് കണ്ടോ എല്ലാം പോയി. എല്ലാം പോയാച്ച് ഫുള്ള് മഞ്ഞാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് വന്നാലും ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വിഷിംഗ് വെല്ല്. അതൊക്കെ പോയി. ഇനി ഈ ഇതുണ്ട്, ഇതൊക്കെ ലൈറ്റാണ്, ചെറിയ സോളാർ ലൈറ്റാണ്. രാത്രി ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുക. അതൊക്കെ അഴിച്ചെടുക്കണം. ഈ സൈഡിലും കുറച്ച് സംഭവം നട്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ട്, ഇതൊരു മുളകിൻ്റെ ചെടിയായിരുന്നു. ആ മുളക് ഇതുണ്ടോ, മുളക് ഇതുപോലെ ആയിപ്പോയി. ഇതുണ്ടോ, ഇതാ ക്യാരറ്റ് എൻ്റെ അടിയിലുണ്ട് ചെടി. ഇത് കുഴിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് മണ്ണ് ഇതുണ്ടോ ഫ്രീസായിട്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം കൂടെ കഴിയും. ചെടി ഇലയൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഇലയൊന്നും അങ്ങനെ ഇതുണ്ടോ, അതിൻ്റെ അടിയിൽ സ്നോയുടെ അടിയിൽ ക്യാരറ്റിൻ്റെ ചെടിയുണ്ട്. അതിൻ്റെ ഇലയൊന്നും അങ്ങനെ നശിച്ചു പോയിട്ടില്ല. കുറേ പോയി. പക്ഷെ മണ്ണ് ഈ സിമെൻറ്റ് കോൺക്രീറ്റ് ഇട്ട പോലെ ഇരിക്കുകയാണ്. കാരണം അതിൻ്റെ അകത്ത് ജലാംശമുള്ളതൊക്കെ ഐസായി. ഇതിൻ്റെ അകത്ത് നമ്മൾ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങായിരുന്നു, അത് നമ്മൾ എടുത്തതാണ്. സ്നോ വീഴുന്നതിന് മുമ്പ് എടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിലൊക്കെ ഉരുളക്കിഴങ്ങായിരുന്നു, അതൊക്കെ എടുത്തു. ഇതിൽ തന്നെ ഒരു ക്യാരറ്റ് നട്ടിട്ടുണ്ടായിരുന്നു, അത് ഇതുണ്ടോ. നോക്കട്ടെ, നല്ല മണ്ണൊക്കെ നല്ല ഐസായിട്ടിരിക്കണോണ്ടേ കുഴിയുന്നില്ല. തക്കാളിയൊക്കെ വെന്തുപോയി. മുളകൊക്കെ
ഇത് അത്രയും മുളകുണ്ടായിരുന്നു, ഇനിയുണ്ട്. ഇതുണ്ടോ, ഇത്രയും മുളകുണ്ടായിരുന്നു കേട്ടോ, അത് മുഴുവൻ പോയി. ഇതിൽ വേറെ ടൈപ്പ് മുളകായിരുന്നു, ഇതുണ്ടോ. ഇതിൽ വലിയ മുളകായിരുന്നു, ഇത് പറിച്ചെടുക്കാൻ പറ്റിയില്ല, അതിന് മുമ്പ് സ്നോ വീണു. കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പോയി. സ്ട്രോബെറി ആയിരുന്നു, സ്ട്രോബെറി പൂവൊക്കെ ഉണ്ടായതെല്ലാം പോയി. കണ്ടോ, നമ്മളിവിടെയും കുറേ ക്യാരറ്റ് ചെടികളുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ആയിട്ടില്ലായിരുന്നു, ചെറിയ ചെടികളായിരുന്നു അതൊക്കെ. ഇതുണ്ടോ, അതൊക്കെ പോയി. അതുപോലെ നമുക്ക് ആ സോളാർ ലൈറ്റും കൂടെ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള ലൈറ്റ്സ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് കേട്ടോ. അതിന് മുകളിൽ ഇങ്ങനെ സോളാറിൻ്റെ ചെറിയ സെൽസ് ഉണ്ട്. ഇതുപോലെ പല ലൈറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ചെറിയ ഡോളർ സ്റ്റോറിൽ നിന്ന് ചെറിയ ഡോളേഴ്സിന് മേടിക്കുന്ന കേട്ടോ. രാത്രി നല്ല രസമാണ്, നല്ല ഒരു ഫയർ പോലെ ഇങ്ങനെ ഓറഞ്ച് കളറിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, നല്ല രസമായി കാണാം. പിന്നെ ഇത് നമ്മളിവിടെയൊക്കെ കുറേ ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അഴിച്ചെടുത്തു കണ്ടോ. ഇത്ര ലൈറ്റ്സ് ഉണ്ടായി. ഇനിയിപ്പോൾ ഇത് അടുത്ത സമ്മറിൽ ഇത് ഉപയോഗിക്കട്ടെ, ഇതങ്ങനെ പോകുന്നില്ല, നമുക്ക് അടുത്ത സമ്മറിൽ ഉപയോഗിക്കാം. അപ്പോൾ എടുത്തു വയ്ക്കാം. ഇത് കണ്ടോ, ചെടിയൊക്കെ കരിഞ്ഞ് നല്ല ബെഷായി. ഇതാട്ടോ നമ്മളിപ്പോൾ മഞ്ഞത്തിൽ നിന്ന് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ട് വന്ന മുളകും അതുപോലെ കുറച്ച് തക്കാളിയൊക്കെ ഇത് കണ്ടോ ഇപ്പോൾ പോയത്. ഞാൻ പിന്നെ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ മുളക് ചിലപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. നല്ല ആ മുളകിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ക്യാരറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി അത് ഇത്രയും കൂടെ ടെമ്പറേച്ചർ ഇച്ചിരി കൂടെ കയറി കഴിയുമ്പോൾ ആ മണ്ണൊന്ന് ലൂസായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ നല്ല കോൺക്രീറ്റ് ഇട്ട പോലെയാണ് ആ മണ്ണിരിക്കുന്നത്. അപ്പോൾ അതേ ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ. കുറച്ച് മുളകും അത് നമ്മൾ പൊട്ടിച്ചെടുക്കാൻ കുറച്ച് താമസിച്ചു. അപ്പോഴത്തേക്കും സ്നോ വീണു, ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി, അപ്പം നമുക്കത് പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ല, അത് മുഴുവൻ പോയി. പിന്നെ ക്യാരറ്റ്സ് അത് പറയാൻ പറ്റില്ല, കാരണം ക്യാരറ്റ്സ് അത് മണ്ണ് നല്ല കോൺക്രീറ്റ് പോലെ ഇരിക്കുകയാണ്. കാരണം ആ മണ്ണിലെ ജലാംശം നല്ല ഐസായിട്ട് നമുക്ക് ഇങ്ങനെ കുഴിച്ച് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ടെമ്പറേച്ചർ കയറി കഴിയുമ്പോൾ മണ്ണ് ലൂസാകും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാരണം ഇവിടെ നമുക്ക് ചെറിയ ചെറിയ അടുക്കള കൃഷികളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ ശരിക്കും പറഞ്ഞാൽ 2-3 മാസത്തൊക്കെ കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അത് വലുതായി അത് കായ്ച്ച് അതിൻ്റെ ബലം എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആകണം. ഇല്ലെങ്കിൽ പിന്നെ പറ്റില്ല. ഇത് ഈ പ്രാവശ്യം അതാ പറ്റിയത്. കുറച്ച് ഉരുളക്കിഴങ്ങും വേറെ കുറച്ച് മുളകൊക്കെ ഇതിന് മുമ്പ് പൊട്ടിച്ചെടുത്തായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം അത് പറ്റിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മഞ്ഞ് കാഴ്ചകൾ. ബൈ, ഗുഡ് ബൈ.